സുഹൃത്തുക്കളെ, ഞാൻ ബാംഗ്ലൂർ ഊബർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നുണ്ടായ ഒരു അനുഭവം, എന്താ പറയുക, ഒരുപാട് ഡ്രൈവർമാർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. കുറേ ചെറ്റകളായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ഒരു സമയത്ത് തന്നെ 2 വണ്ടി ഒക്കെ ബുക്ക് ചെയ്തിട്ട് ആദ്യം വരുന്ന വണ്ടിയിൽ കയറി പോകും. അങ്ങനെ ഒരു അനുഭവം നമുക്കും ഉണ്ടായി. ആ ഒരു വൈകുന്നേരം സമയത്ത്, കട്ട ട്രാഫിക്കിൻ്റെ സമയത്ത് ട്രിപ്പ് വന്ന് അക്സെപ്റ്റ് ചെയ്തു. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ പിക്കപ്പിന്. പക്ഷേ എത്താൻ 10-15 മിനിറ്റ് എന്തോ എടുത്ത് കാണാം. അത്രയും ട്രാഫിക്കായിരുന്നു. അത്രയും പണ്ടാരമടങ്ങി പിക്കപ്പ് ലൊക്കേഷനിൽ നമ്മൾ എത്തി. ആ ഗ്രീൻ കാണുന്ന പിക്കപ്പ് ലൊക്കേഷൻ എത്തി. അപ്പോൾ അവിടെ വേറൊരു വണ്ടി, ഞാനവിടെ എത്തുന്നതിന് മുന്നായിട്ട് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ കയറി പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനത് നോർമലാന്ന് വിചാരിച്ചു, നമ്മളറിയില്ലല്ലോ. പിന്നീട് കസ്റ്റമറിന് മെസ്സേജ് ചെയ്യാൻ വേണ്ടി, നമ്മളവിടെ എത്തി എന്നുള്ളത് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ഊബർ ആപ്ലിക്കേഷൻ തുറന്നപ്പോൾ കസ്റ്റമർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് റോട്ടിലെത്തി. നിങ്ങൾക്ക് കാണാൻ കഴിയും. കസ്റ്റമർ ജസ്റ്റ് ചാടി ജമ്പ് ചെയ്ത് ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണാൻ കഴിയും. നമുക്ക് നമ്മളെ ഊബർ ആപ്ലിക്കേഷൻ ഡ്രൈവർ ആപ്പിൽ കാണാൻ കഴിയും കസ്റ്റമർ ലൈവ് ലൊക്കേഷൻ. എന്തെന്നായാലും ഇത്രയും ചെറ്റത്തരം ചെയ്യുന്ന, നമ്മുടെ സമയം ഇത്രയും വേസ്റ്റാക്കി കളയുന്ന ചെറ്റകളായ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ സംഭവം ഊബർ ചെറിയൊരു ക്യാൻസലേഷൻ ഫീസ് തരും, പക്ഷെ അതിൽ കാര്യമില്ല. നമുക്ക് നമ്മുടെ സമയം, അത്രയും ട്രാഫിക്കിൽ നിന്നിട്ടുള്ളൊരു സമയം നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തുന്നത്. ഈ മലയാളീസ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് ഇതിങ്ങനെ ചെയ്യരുത്. കാരണം ഇത് ജസ്റ്റ് ഒരു 1 ക്ലിക്കിന് അങ്ങ് ഓർഡർ ആവും. ഇവർക്ക് ഇത് ചിലപ്പം അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് അവരെ ബാധിക്കുന്ന കേസല്ല. പക്ഷെ ഒരുപാട് ഡ്രൈവർമാർ എന്താ പറയുക, ഒന്നാമത് ബാംഗ്ലൂർ ഓടുമ്പോൾ അത്രയും ട്രാഫിക്കിൽ കിടന്നിട്ടാണ് കളിക്കുന്നത്. ഇങ്ങനെ കുറേ സമയം പോയി കിട്ടിയാൽ പിന്നെ അന്നത്തെ ദിവസം അങ്ങ് പോകും.